ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വെഡ്ഡിങ് വ്ളോഗാണ്. സോ ഇന്ന് നമ്മുടെ ജിതിൻ്റെയും സ്നേഹയുടെയും വെഡ്ഡിങ്ങാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് നാൾ ശേഷമായിരുന്നു 3 വെഡ്ഡിങ് ഒരുമിച്ച് നടന്നത്. അപ്പോൾ ഇതോടുകൂടി ഇനി ഒരുപാട് നാളത്തേക്ക് ഇനി വെഡ്ഡിങ് ഒന്നുമില്ല. സോ ഇതാണ് ലാസ്റ്റ് വെഡ്ഡിങ് എന്ന് പറയാം. ഇനി കുറച്ച് നാളത്തേക്ക് ഇനി വെഡ്ഡിങ് ഒന്നുമില്ല. സോ രാവിലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാണ്. കഴിഞ്ഞ 2 കല്യാണത്തിന് നമുക്ക് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാനും ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ ആളുണ്ടായിരുന്നു. പക്ഷേ ഈ കല്യാണത്തിന് നമ്മൾ ഓൺ മേക്കപ്പാണ് ചെയ്യുന്നത്. സോ ദാ അഖിലും പാറും കൂടി റെഡിയായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് അവരുടെ ഡ്രസ്സ്? അടിപൊളിയല്ലേ? സോ ഭാഗ്യ സാരി ഉടുക്കാണ്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഈ സാരിയാണ് ഞാൻ പോത്തീസിൽ നിന്ന് മേടിച്ച സാരി. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തക്ഷിയിലാണ്. ഹാൻഡ് വർക്കും ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, കാരണം സാരി സിമ്പിളായതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇനി വേണം ബാക്കിയുള്ളവരുടെ മേക്കപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. ഹെയറും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഞാൻ യുവിയെ ഒരുക്കുന്നു. ഭാഗ്യം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അപർണയെ കാണാം. അപർണയും ഓൾറെഡി സെറ്റായി. അവൾ ഓൺലെയറാണ്. പാറു. അപ്പോൾ ഇത് അമ്മ, കുഞ്ഞ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആക്ച്വലി ലേറ്റായി, വീട്ടിൽ പോകാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലാണ് എത്തിയത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ടൈമുണ്ട് നമുക്ക്. 12 മണിക്ക് ശേഷമാണ് കല്യാണം. അപ്പോൾ നമ്മൾ 9 മണിയായപ്പോൾ അവിടെ എത്തി. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അനാമികയെ കാണിച്ചിട്ട് അനാമിക രാവിലെ എടുക്കാൻ പറ്റില്ല, കാരണം അവൾ നേരെ വീട്ടിലാണ് ആദ്യം പോയത്. സോ ഇതാണ് അനാമികയുടെ ലുക്ക്. അമ്പാടി എല്ലാവരും അകത്ത് കയറാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കണം. സ്വീകരണം കഴിഞ്ഞിട്ടില്ല. സ്വീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുട്ടികളെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. സോ അതിനിടയ്ക്ക് നമുക്കുള്ള വിചാരിച്ച് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ക്യാൻഡിയുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആറുമാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. സോ പയ്യൻ എത്തേണ്ട സമയമായി. അപ്പോൾ സ്വീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അകത്ത് കയറി. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഓഡിറ്റോറിയം. ഇത് നമ്മുടെ വെഞ്ഞാറമൂടുള്ള ചിന്നൂസ് ഓഡിറ്റോറിയമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഡിറ്റോറിയമാണ്. പുതിയ ഓഡിറ്റോറിയമാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെഡ്ഡിങ്ങിന് വരുന്നത്. കൊള്ളായിരുന്നു, ഇഷ്ടമായി. ഹോള് കുറച്ച് ചെറിയതാണ് പോലെ ഫീൽ ചെയ്തു. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്കവിടെ ടൈം ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് പോയി പെണ്ണിനെ കണ്ടു. ഇതായിരുന്നു നമ്മുടെ പെണ്ണ്. ഇതായത് നമ്മുടെ നാത്തൂനാണ്. നാത്തൂൻ എന്തോ ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നു. സോ കഴിഞ്ഞ 2 വീഡിയോസിൽ ആരെയും എടുക്കാൻ പറ്റിയില്ല, ആരെയും ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാവരെയും നന്നായിട്ട് കാണിച്ചിരുന്നത്. കാരണം എല്ലാവർക്കും പരാതിയാണ് ആരെയും കാണിക്കുന്നില്ല എന്ന്. ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മുടെ പയ്യൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചടങ്ങുകളെല്ലാം സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അപ്പോൾ പയ്യനെ ഓൾറെഡി സെറ്റ് ചെയ്തിരുത്തി. അപ്പോൾ നമ്മുടെ പെണ്ണിതാ പെണ്ണിൻ്റെ എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണിപ്പോൾ വരും. അങ്ങനെ ഫൈനലി നമ്മുടെ സ്നേഹ റെഡിയായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ ബോയ്സിൻ്റെ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ബോയ്സ് മീൻസ് നമ്മുടെ ആ ഒരു സെക്ഷനിലുള്ള ബോയ്സിൻ്റെ എല്ലാ കല്യാണം കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് അപർണ, അനാമിക, ഭാഗ്യ. ഞങ്ങൾ ഈ 3 ഗേൾസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും കല്യാണം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി പയ്യന്മാരെ കല്യാണം തീർന്നു. അതിൻ്റെ ഒരു വിഷമമുണ്ട്, കാരണം ഈ 3 കല്യാണം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന കല്യാണമായിരുന്നു. സോ അടുത്തടുത്തായിപ്പോയി. അത്രയും അടുത്തല്ല, എന്നാലും ഒരു 1.5 വർഷത്തിനിടയ്ക്ക് ഒരു 6 മന്ത്സ് ഗ്യാപ്പിനായിരുന്നു 3 കല്യാണവും. പെട്ടെന്ന് സമയം പോയി. കുഴപ്പമില്ല, എന്നാലും ഇനിയുണ്ടല്ലോ കല്യാണങ്ങൾ. സോ നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ടായി.
അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു. അവൻ കാറ്ററിങ്ങിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്